ഹായ് ഓൾ. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ടൈപ്സ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റലാണ്. സോ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റിലെ ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ ആദ്യം വർക്കിംഗ് ക്യാപിറ്റൽ എന്താണെന്നതിനെ പറ്റിയിട്ട് ഒരു വീഡിയോ കണ്ടു. അതിൻ്റെ ഡിഫറെൻറ്റ് ആസ്പെക്ട്സ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ അല്ലെങ്കിൽ കോൺസെപ്റ്റ്, ഗ്രോസ് കോൺസെപ്റ്റ്, നെറ്റ് കോൺസെപ്റ്റ്, അത് നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പോൾ ഇവിടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ, അതേപോലെ തന്നെ എക്സസീവ് വർക്കിംഗ് ക്യാപിറ്റൽ കൊണ്ടുണ്ടാകുന്ന ഇഷ്യൂസും ഡെഫിഷ്യൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ കൊണ്ടുണ്ടാകുന്ന ഇഷ്യൂസും, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ടൈപ്സ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റലാണ് ഇനി നെക്സ്റ്റ് പറയാൻ പോകുന്നത്. എന്തൊക്കെ ടൈപ്സ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റലാണ് ഉള്ളത്? ഫസ്റ്റ് വൺ ഇസ് പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ആ ബിസിനസ് സ്മൂത്തായിട്ട് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് മിനിമം നമുക്ക് വെക്കേണ്ട, പെർമനൻ്റ് ആയിട്ട് നമ്മൾ വെക്കേണ്ട ഒരു എമൗണ്ടിനെയാണ് പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയാം. ഓക്കെ, അതായത് നമ്മളൊരു ബിസിനസ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആ ബിസിനസ്സിനെ സ്മൂത്തായിട്ട് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യമേ തന്നെ പെർമനൻ്റ് ആയിട്ട് ഒരു ഫണ്ട് വർക്കിംഗ് ക്യാപിറ്റലായിട്ട് നമ്മൾ മാറ്റി വയ്ക്കും. ഓക്കെ, ഞാനിപ്പോൾ ഒരു 15 ലക്ഷം രൂപ വെച്ചിട്ട് ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ മേ ബി ഞാനൊരു 10 lakh റുപ്പീസ് ഫിക്സഡ് ക്യാപിറ്റലായിട്ടും ഒരു 5 lakh റുപ്പീസ് ഞാൻ വർക്കിംഗ് ക്യാപിറ്റലായിട്ടും മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ആ 5 lakh ആണ് എൻ്റെ എന്ത് പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. ഓക്കെ, അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് 5 lakh ഇസ് പെർമനൻ്റ്ലി ലോക്ക്ഡ് ഇൻ ദ ബിസിനസ് ആൻഡ് ദാറ്റ് ഇസ് റിക്വയർഡ് ടു ക്യാരി ഔട്ട് ദ നോർമൽ ഓപ്പറേഷൻസ് ഓഫ് ദ ബിസിനസ്. ആ 5 ലക്ഷം എന്ന് പറഞ്ഞാൽ അതെങ്കിലും അത്രയെങ്കിലും മിനിമം നമ്മൾ വർക്കിംഗ് ക്യാപിറ്റലായിട്ട് ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് നമ്മുടെ ബിസിനസ് നോർമലായിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഓക്കെ, അതിനെയാണ് നമ്മൾ പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയാം. ആൻഡ് ദിസ് പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഇസ് ഡിവൈഡഡ് ഇൻ ടു 3. പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റലിനെ നമുക്ക് 3 ആയിട്ട് തിരിക്കാം. ഇനീഷ്യൽ വർക്കിംഗ് ക്യാപിറ്റൽ, റെഗുലർ വർക്കിംഗ് ക്യാപിറ്റൽ, റിസർവ് വർക്കിംഗ് ക്യാപിറ്റൽ. ഇനീഷ്യൽ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല. ഇറ്റ് ഈസ് ദ ക്യാപിറ്റൽ ഓർ വർക്കിംഗ് ക്യാപിറ്റൽ ദാറ്റ് യു ഇൻവെസ്റ്റ് ഇനീഷ്യലി ഓർ ഇൻ ദ ബിഗിനിങ് ഓഫ് എ ബിസിനസ്. നമ്മൾ ബിസിനസ് തുടങ്ങുന്ന സമയത്ത് ഇനീഷ്യലി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിനെയാണ് നമ്മൾ ഇനീഷ്യൽ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ആദ്യം തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഇത്തരം വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് ഉണ്ടാവും. റോ മെറ്റീരിയൽസ് വാങ്ങിക്കണം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂഷ്വലി ഇനീഷ്യൽ വർക്കിംഗ് ക്യാപിറ്റൽ യൂസ് ചെയ്യുക. ഓക്കെ, പിന്നെ 2 എന്ന് പറയുന്നത് റെഗുലർ വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പോൾ ഇനീഷ്യൽ എക്സ്പെൻസസ് ഒക്കെ കഴിഞ്ഞാൽ തുടങ്ങുന്ന സമയത്ത് നമുക്ക് റോ മെറ്റീരിയൽസ് വാങ്ങിക്കുക, കുറേ കാര്യങ്ങളുണ്ട്. ആ ഇനീഷ്യൽ ആയിട്ടുള്ള എക്സ്പെൻസ് ഒക്കെ കഴിഞ്ഞാൽ പിന്നെ റെഗുലർ ആയിട്ട് നമ്മുടെ ബിസിനസ് ഓപ്പറേഷൻസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് വി റിക്വയർ എ മിനിമം എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ, അല്ലേ? അതിനെയാണ് നമ്മൾ റെഗുലർ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് എ എമൗണ്ട് ദാറ്റ് ഇസ് റിക്വയർഡ് ഫോർ കണ്ടിന്യൂസ് ഓപ്പറേഷൻ ഓഫ് ദ ബിസിനസ്. ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, ഇനി നമ്മുടെ ബിസിനസ് കണ്ടിന്യൂസ് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബിസിനസ്സിലേക്ക് ഇടേണ്ട എമൗണ്ടിനെ അല്ലെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റലിനെയാണ് റെഗുലർ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയാം. ആൻഡ് ദാറ്റ് ഹാസ് ടു ബി കണ്ടിന്യൂസ്ലി സർക്കുലേറ്റഡ് ഇൻ ദ ബിസിനസ്. പിന്നെ ലാസ്റ്റത്തെ റിസർവ് വർക്കിംഗ് ക്യാപിറ്റൽ. റിസർവ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ദ എക്സസ് വർക്കിംഗ് ക്യാപിറ്റൽ ഓവർ റെഗുലർ വർക്കിംഗ് ക്യാപിറ്റൽ കെപ്റ്റ് ആസ് റിസർവ് ഫോർ കണ്ടിജൻസീസ്. അതായത് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ആണെങ്കിൽ 5 ലക്ഷം രൂപയാണ് നമ്മൾ പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റലായിട്ട് വെച്ചിരിക്കുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്ത ബിസിനസ് ആണെന്ന് വയ്ക്കുക. അതിൽ 1 lakh നമ്മൾ ഇനീഷ്യൽ വർക്കിംഗ് ക്യാപിറ്റൽ, അത് കഴിഞ്ഞിട്ട് പ്രൊഡക്ഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മളൊരു 3 lakhs ഇൻവെസ്റ്റ് ചെയ്തു വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു 1 lakh കൂടി നമ്മൾ എന്ത് വെക്കും? റിസർവ് ആയിട്ട് വെക്കും. അതെന്തിനാണെന്ന് വെച്ചാൽ എന്തെങ്കിലും അൺഫോർസീൻ കണ്ടിജൻസി ഉണ്ടായാൽ, എന്തെങ്കിലും പ്രശ്നം നാളെ സംഭവിച്ചാൽ വേണ്ടി വന്നാലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളൊരു റിസർവ് ആയിട്ട് വെക്കുന്നതാണ് റിസർവ് വർക്കിംഗ് ക്യാപിറ്റൽ. ഒരിക്കലും നമുക്ക് വേണ്ട അത്രയും എമൗണ്ട് തന്നെ നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ വെക്കാൻ പാടില്ല. ഓക്കെ, അപ്പം 4 ലക്ഷമാണ് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ കറക്റ്റ് 4 ലക്ഷം നമ്മൾ ഒരിക്കലും വർക്കിംഗ് ക്യാപിറ്റൽ വെക്കില്ല, കുറച്ച് കയറ്റി വെക്കും. ആ കയറ്റി വെക്കുന്നതിനാണ് നമ്മൾ റിസർവ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയാം. ഓക്കെ, സോ ദാറ്റ് ഈസ് പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ആൻഡ് ഇറ്റ്സ് ക്ലാസിഫിക്കേഷൻസ്. ഓക്കെ, പിന്നെ രണ്ടാമത്തെ ടൈപ്പ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റൽ. പെർമനൻറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റൽ. വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റൽ ഇസ് ദ എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ഓവർ ആൻഡ് അബവ് പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. നമ്മൾ പെർമനൻ്റ് ആയിട്ട് വർക്കിംഗ് ക്യാപിറ്റലിന് മാറ്റി വെച്ചിട്ടുള്ള 5 ലക്ഷം ഉണ്ട്. അത് കൂടാതെ അതിൻ്റെ ഓവർ ആൻഡ് അബവ്, അത് കൂടാതെ നമ്മൾ എന്തെങ്കിലും വർക്കിംഗ് ക്യാപിറ്റൽ ബിസിനസ്സിൽ ഇടയ്ക്ക് വെച്ച് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയാം. ഓക്കെ, they change with the volume of business and sometimes with season. ഈ വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റൽ എപ്പോഴാണ് വരുന്നത് വെച്ചാൽ അത് സംഭവിക്കുക എപ്പോഴാണ് വെച്ചാൽ ചിലപ്പോൾ നമ്മുടെ പ്രൊഡക്ഷൻ മാറുന്നതിനനുസരിച്ചിട്ടും, ഓക്കെ,
അതേപോലെ സീസൺസ് മാറുന്നതിനനുസരിച്ചും ഒക്കെയാണ് ഈ വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ആവശ്യം നമുക്ക് ബിസിനസ്സിൽ വരിക. ഓക്കെ, അതായത് നമുക്ക് ഓൾറെഡി 5 lakh rupees വർക്കിംഗ് ക്യാപിറ്റലായിട്ടുണ്ട്, പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റലായിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഒരു മാസം ഭയങ്കര പീക്ക് സീസൺ ആയിരിക്കാം, ഭയങ്കര സെയിൽസ് ഉണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? കുറച്ച് എക്സ്ട്രാ വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ ബിസിനസ്സിൽ ഇറക്കേണ്ടി വരും. അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം കൊണ്ട് ഈ പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റലിനേക്കാൾ കൂടുതൽ നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്താൽ അതിനെയാണ് വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയാം. അതിനെ വേരിയബിൾ എന്ന് പറയുന്നതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ അത് പ്രൊഡക്ഷൻ മാറുന്നതിനനുസരിച്ചിട്ടും വോളിയം ഓഫ് പ്രൊഡക്ഷൻ അനുസരിച്ചിട്ടും അല്ലെങ്കിൽ സീസൺ അനുസരിച്ചിട്ടൊക്കെ ഇതിൻ്റെ എമൗണ്ട് വ്യത്യാസം വരും. എപ്പോഴും ഒരു സ്പെസിഫിക് എമൗണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ അങ്ങനെയല്ല. 5 ലക്ഷം എന്ന് പറഞ്ഞാൽ 5 ലക്ഷം തന്നെയാണ് പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റൽ മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, 2 ടൈപ്പാണ് വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റൽ ഉള്ളത്: സീസണൽ വർക്കിംഗ് ക്യാപിറ്റൽ, സ്പെഷ്യൽ വർക്കിംഗ് ക്യാപിറ്റൽ. സീസണൽ വർക്കിംഗ് ക്യാപിറ്റൽ ഞാൻ പറഞ്ഞു, ഈ വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റൽ പൊതുവേ വരാൻ ചാൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴെങ്കിലും പീക്ക് സീസൺ വരികയാണെങ്കിൽ, നമ്മുടെ സെയിൽസ് വല്ലാണ്ട് കൂടി പെട്ടെന്നൊരു സീസണ്, അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഈ പെർമനൻറ്റിനേക്കാൾ കുറച്ചും കൂടി പെർമനൻറ്റ് പോരാതെ വരുമ്പോൾ നമ്മൾ കുറച്ചും കൂടി വർക്കിംഗ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യും. അത് സീസണൽ വർക്കിംഗ് ക്യാപിറ്റൽ. പിന്നെ സ്പെഷ്യൽ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർഡ് ഫോർ സം സ്പെഷ്യൽ ഒക്കേഷൻ. എന്തെങ്കിലും സ്പെഷ്യൽ ഒക്കേഷൻ വന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യൽ എക്സ്ട്രാ എക്സ്പെൻസ്, നമ്മൾ വിചാരിക്കാത്തൊരു ചിലവ് നമുക്ക് പെട്ടെന്ന് വന്നു എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടും നമ്മൾ ചിലപ്പോൾ ഈ പറയുന്ന വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്. അതായത് ഒരു പർട്ടിക്കുലർ ഒരു സ്ട്രൈക്ക് വന്നു, ലോക്കൗട്ട് വന്നു, അത് കാരണം നമുക്ക് കുറച്ച് എക്സ്പെൻസസ് കൂടിയെന്നുണ്ടെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊരു സ്പെഷ്യൽ അഡ്വർടൈസ്മെൻറ്റ് ക്യാമ്പയിൻ നടത്തുകയാണ്, അതിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ കുറച്ചും കൂടി എമൗണ്ട് ഓവർ ആൻഡ് അബവ് പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിനെയാണ് സ്പെഷ്യൽ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയാം. ഓക്കെ, സോ ദാറ്റ് ആർ ദ മെയിൻ ടൈപ്സ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ: പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ, വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റൽ. അടുത്ത ഒരു ടൈപ്പ് പറയുന്ന ഹാർഡ് കോർ വർക്കിംഗ് ക്യാപിറ്റൽ. ഹാർഡ് കോർ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ മിനിമം എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർഡ് ബൈ എ ഫേം ടു ക്യാരി ഔട്ട് എ സർട്ടൻ മിനിമം ലെവൽ ഓഫ് ആക്ടിവിറ്റി. ബിസിനസ്സിന് മിനിമം വേണ്ട വർക്കിംഗ് ക്യാപിറ്റൽ, അതായത് ഈ വർക്കിംഗ് ക്യാപിറ്റൽ ഇല്ലെങ്കിൽ, ഇത്രയെങ്കിലും മിനിമം നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ വെച്ചില്ലെങ്കിൽ ദ പ്രൊഡക്ഷൻ വിൽ സ്റ്റോപ്പ്, നമുക്ക് റൺ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ വരുന്ന വർക്കിംഗ് ക്യാപിറ്റലാണ് ഹാർഡ് കോർ വർക്കിംഗ് ക്യാപിറ്റൽ. ഈ ഹാർഡ് കോർ വർക്കിംഗ് ക്യാപിറ്റലും പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റലും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ, പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് സ്മൂത്തായിട്ട് ബിസിനസ് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് പെർമനൻ്റ് ആയിട്ട് നമ്മളൊരു എമൗണ്ട് വർക്കിംഗ് ക്യാപിറ്റലായിട്ട് മാറ്റി വയ്ക്കും. അതാണ് പെർമനൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ 3 ഭാഗം നമ്മൾ പറഞ്ഞ ഇനീഷ്യൽ, പിന്നെ അതേപോലെ തന്നെ റെഗുലർ, പിന്നെ റിസർവ് അല്ലേ. ഈ ഹാർഡ് കോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിസർവ് പോർഷൻ ഇല്ല. അതായത് നമ്മൾ എന്തെങ്കിലും ഫ്യൂച്ചറിൽ ഒരു കണ്ടിജൻസിക്ക് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ടുള്ള റിസർവ് പോർഷൻ ഇല്ല. ഓക്കെ, മറിച്ച് വെറും ഇനീഷ്യൽ വർക്കിംഗ് ക്യാപിറ്റലും റെഗുലർ വർക്കിംഗ് ക്യാപിറ്റലും കൂടി ചേർന്നിട്ടുള്ളതാണ് ഹാർഡ് കോർ വർക്കിംഗ് ക്യാപിറ്റൽ. അതായത് മിനിമം ഇത്രയെങ്കിലും എമൗണ്ട് നമുക്ക് ഉണ്ടെങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ബിസിനസ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. ഈ എമൗണ്ട് ഇല്ലെങ്കിൽ, ഈ മിനിമം എമൗണ്ട് ഇല്ലെങ്കിൽ പിന്നെ നാളെ തൊട്ട് ബിസിനസ് കൂട്ടിപ്പോകും. അങ്ങനെ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ആണെങ്കിൽ 5 lakh ആണ് നമ്മൾ പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ വെക്കണമെന്നുണ്ടെങ്കിൽ ആ 5 lakhൽ എപ്പോഴും ഒരു 1 lakh rupees റിസർവ് ആയിരുന്നു, എന്തെങ്കിലും നാളെ ഫ്യൂച്ചറിൽ പ്രശ്നം വന്നാലോ എന്ന് വെച്ചിട്ട് അല്ലേ. ബാക്കി രണ്ടും, അതായത് 3 lakhും 1 lakhും 4 lakh ആയിരുന്നു അവിടുത്തെ ഹാർഡ് കോർ വർക്കിംഗ് ക്യാപിറ്റൽ. അതായത് മിനിമം 4 lakh ഉണ്ടെങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ബിസിനസ് ഓപ്പറേഷൻസ് റൺ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ദാറ്റ് ഈസ് ഹാർഡ് കോർ വർക്കിംഗ് ക്യാപിറ്റൽ. പിന്നെ ബാലൻസ് ഷീറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. ബാലൻസ് ഷീറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ജസ്റ്റ് വർക്കിംഗ് ക്യാപിറ്റൽ കാൽക്കുലേറ്റഡ് ഫ്രം ബാലൻസ് ഷീറ്റ്, അത്രയേ ഉള്ളൂ. ബാലൻസ് ഷീറ്റിൽ നിന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന വർക്കിംഗ് ക്യാപിറ്റലിനെയാണ് ബാലൻസ് ഷീറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയാം. നമ്മൾ പഠിച്ച 2 കോൺസെപ്റ്റും, ഗ്രോസ് കോൺസെപ്റ്റും നെറ്റ് കോൺസെപ്റ്റും, 2 വർക്കിംഗ് ക്യാപിറ്റലും ബാലൻസ് ഷീറ്റിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അല്ലേ. ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ ടോട്ടൽ എമൗണ്ട് ഓഫ് കറൻറ്റ് അസെറ്റ്സ്. അതേപോലെ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ടോട്ടൽ ഓഫ് കറൻറ്റ് അസെറ്റ് മൈനസ് കറൻറ്റ് ലയബിലിറ്റി. രണ്ടും ബാലൻസ് ഷീറ്റ് വർക്കിംഗ് ക്യാപിറ്റൽസ് ആണ്. ക്യാഷ് വർക്കിംഗ് ക്യാപിറ്റൽ. When only cash is available for day-to-day operations, it is considered as cash working capital. അതായത് നമ്മുടെ ബിസിനസ്സിൽ ഞാൻ പറഞ്ഞു വർക്കിംഗ് ക്യാപിറ്റൽ ഒരുപാട് ഫോമിൽ നമ്മൾ വെക്കും. ഓക്കെ, യൂഷ്വലി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കറണ്ട് അസെറ്റ് ആയിട്ടാണ് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ കീപ്പ് ചെയ്യുക. ക്യാഷ് അതിലൊരു ഭാഗമാണ്, ഡെറ്റർ ഉണ്ട്, അതേപോലെ ഇൻവെൻട്രി ഉണ്ട്. പക്ഷെ ഒരു ബിസിനസ്സിൻ്റെ വർക്കിംഗ് ക്യാപിറ്റൽ ക്യാഷ് ഫോമിൽ മാത്രമാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ക്യാഷ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുക. വർക്കിംഗ് ക്യാപിറ്റൽ ആ കമ്പനി വെക്കുന്നത് ക്യാഷ് ഫോമാറ്റിൽ മാത്രമാണ്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ക്യാഷ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുക.
നെക്സ്റ്റ് പറയുന്ന ഇമ്പോർട്ടൻസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. എന്താണ് വർക്കിംഗ് ക്യാപിറ്റൽ ഇമ്പോർട്ടൻസ്? It is the heart of business. To business, it is like petrol to a car. Business cannot run without it. ബിസിനസ്സിൻ്റെ ഹാർട്ട് എന്നാണ് വർക്കിംഗ് ക്യാപിറ്റലിനെ പറയുക. കാരണം എന്താ വെച്ചാൽ പെട്രോൾ ഇല്ലാത്ത വണ്ടി പോലെയാണ് നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ ഇല്ല എന്നുണ്ടെങ്കിൽ ബിസിനസ്. കാരണം വർക്കിംഗ് ക്യാപിറ്റൽ ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ബിസിനസ് റൺ ചെയ്യാൻ പറ്റില്ല. ഡേ ടു ഡേ ഓപ്പറേഷൻസ് മീറ്റ് ചെയ്യാനുള്ള എമൗണ്ടിനെയാണ്, ഫണ്ടാണ് വർക്കിംഗ് ക്യാപിറ്റൽ. അതില്ലെങ്കിൽ നമുക്ക് ബിസിനസ് റൺ ചെയ്യാൻ പറ്റുമോ? ഇല്ല. പിന്നെ അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്, ഇഫ് വർക്കിംഗ് ക്യാപിറ്റൽ ഇസ് വീക്ക് ബിസിനസ് വിൽ ഹാവ് ടു ഷട്ട് ഡൗൺ. വർക്കിംഗ് ക്യാപിറ്റൽ ഇല്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ബിസിനസ് പൂട്ടിപ്പോകേണ്ടി വരും. നമുക്ക് കൃത്യമായിട്ട് റോൾ ചെയ്യാൻ കയ്യിൽ ഫണ്ട് ഇല്ലെങ്കിൽ ബിസിനസ് ഉറപ്പായിട്ടും ഷട്ട് ഡൗൺ ചെയ്യും. പിന്നെ ദർ ഇസ് എ ടൈം ഗ്യാപ്പ് ബിറ്റ്വീൻ ഇൻവെസ്റ്റിംഗ് ക്യാഷ് ആൻഡ് ഗെറ്റിംഗ് റിട്ടേൺ. ദിസ് ജസ്റ്റേഷൻ പീരീഡ് ഇസ് സർവൈവ്ഡ് ബൈ വർക്കിംഗ് ക്യാപിറ്റൽ. നമ്മൾ ബിസിനസ്സിൻ്റെ ഉള്ളിൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തു, നമ്മൾ ഫിക്സഡ് അസറ്റ്സ് വാങ്ങി, നമ്മളിപ്പോൾ ഒരു 15 lakhs ഇൻവെസ്റ്റ് ചെയ്തിട്ടൊരു ബിസിനസ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ 15 lakhs അവിടെ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തു. ഈ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു ബിസിനസ്സും നമുക്ക് സ്റ്റാർട്ട് ചെയ്താൽ നാളെ തന്നെ നമുക്ക് എന്ത് കിട്ടില്ല? പ്രോഫിറ്റ് കിട്ടില്ല. ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് റൺ ചെയ്ത് സാധനങ്ങളൊക്കെ വിറ്റ് മിനിമം ഒരു കൊല്ലം അല്ലെങ്കിൽ ഒരു 6 months ഒക്കെ കഴിഞ്ഞാലേ നമുക്ക് ചിലപ്പോൾ എന്ത് കിട്ടുള്ളൂ? പ്രോഫിറ്റ് കിട്ടുള്ളൂ. അപ്പം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത നമ്മൾ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്ത് ആ റിട്ടേൺസ് വരുന്നത് വരെ, ആ റിട്ടേൺസ് കിട്ടാൻ തുടങ്ങുന്ന വരെയുള്ള ടൈമിനെയാണ് നമ്മൾ ജസ്റ്റേഷൻ പീരീഡ് എന്ന് പറയാം. ഓക്കെ, ആ ജസ്റ്റേഷൻ പീരീഡ് വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ബിസിനസ്സിൽ ഞാൻ 15 ലക്ഷം രൂപ ഇട്ടിട്ട് ഞാൻ ബിസിനസ് തുടങ്ങിയാൽ മിനിമം ഒരു 6 മാസം കഴിഞ്ഞിട്ട് എനിക്ക് റിട്ടേൺസ് വരുള്ളൂ. ആ റിട്ടേൺസ് വരുന്നത് വരെ, ലാഭം ഉണ്ടാവുന്നത് വരെ എനിക്ക് സർവൈവ് ചെയ്യണമെങ്കിൽ എനിക്ക് എന്ത് വേണം? കുറച്ച് ഫണ്ട് വേണം, അല്ലേ? അതിനെയാണ് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയാം. ഓക്കെ, അതാണ് വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ഒരു മെയിൻ എന്താ പറയുക റോൾ എന്ന് പറയുന്നത് ബിസിനസ്സിൽ. ഈ ജസ്റ്റേഷൻ പീരീഡ് നമ്മൾ സർവൈവ് ചെയ്യിപ്പിക്കുക. പ്രോഫിറ്റ് വന്നു തുടങ്ങിയാൽ പിന്നെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തിട്ട് ചിലവാക്കാം. പക്ഷേ പ്രോഫിറ്റ് വരുന്നത് വരെ അതിന് നമ്മൾ എക്സ്ട്രാ ഫണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന വേണം. പിന്നെ ഇറ്റ് ഈസ് റിക്വയർഡ് ടു മെയിൻറ്റെയിൻ ലിക്വിഡിറ്റി. ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിക്ക് എത്ര പെട്ടെന്ന് ലിക്വിഡ് ക്യാഷ് ഉണ്ടാവും കയ്യിൽ എന്നുള്ളതാണ് ലിക്വിഡിറ്റി കൊണ്ട് നമ്മൾ മെഷർ ചെയ്യുന്നത്. ഹൗ ഫാസ്റ്റ് എ കമ്പനി ക്യാൻ കൺവേർട്ട് ഇറ്റ്സ് അസറ്റ് ഇൻ ടു ലിക്വിഡ് ക്യാഷ്. അപ്പം വർക്കിംഗ് ക്യാപിറ്റൽ നല്ലോണം ഉണ്ടെങ്കിൽ മാത്രമേ കമ്പനിക്ക് എന്തുണ്ടാവുള്ളൂ? ലിക്വിഡിറ്റി ഉണ്ടാവുള്ളൂ, അല്ലേ? കാരണം വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ കറണ്ട് അസറ്റിൽ വരുന്ന ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഓക്കെ, ഈ വർക്കിംഗ് ക്യാപിറ്റൽ കയ്യിൽ എത്ര എക്സ്ട്രാ വെക്കുന്നു അത്രയും നമുക്ക് എന്ത് കൂടും? ലിക്വിഡിറ്റി കൂടും. കാരണം ഈ ഫിക്സഡ് ക്യാപിറ്റൽ ഒന്നും നമുക്ക് തൊടാൻ പറ്റില്ല. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഫിക്സഡ് അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള സാധനങ്ങളൊന്നും നമുക്ക് തൊടാൻ പറ്റില്ല. അതൊന്നും നമുക്ക് ലിക്വിഡ് ക്യാഷ് ആക്കാൻ പറ്റില്ല. എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നാൽ ലിക്വിഡ് ക്യാഷ് ആക്കാൻ നമുക്ക് പെട്ടെന്ന് പറ്റുന്ന ആകെ ഒരു സാധനം എന്ന് പറഞ്ഞാൽ കറണ്ട് അസറ്റാണ്. അതിലുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണ് വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ വർക്കിംഗ് ക്യാപിറ്റൽ നല്ലോണം മെയിൻറ്റെയിൻ ചെയ്താലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? കമ്പനിക്ക് ലിക്വിഡിറ്റി ഉണ്ടാവുള്ളൂ. ഇറ്റ് വിൽ ലീഡ് ടു പ്രോഫിറ്റബിലിറ്റി. കമ്പനിക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ കമ്പനി ഈ മെഷീൻ റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓയിൽ കൊടുക്കണം എന്ന് പറഞ്ഞ പോലെ ബിസിനസ്സിൻ്റെ ഉള്ളിൽ കാര്യങ്ങൾ ഡേ ടു ഡേ ഓപ്പറേഷൻസ് സ്മൂത്തായിട്ട് നടക്കണം എന്നുണ്ടെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ വേണം. ഈ വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ മാത്രമേ സ്മൂത്തായിട്ട് ഡേ ടു ഡേ ഓപ്പറേഷൻസ് നടക്കുള്ളൂ. സ്മൂത്തായിട്ട് ഡേ ടു ഡേ ഓപ്പറേഷൻസ് നടന്നാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? പ്രോഫിറ്റ് കിട്ടുള്ളൂ. ഓക്കെ, then fixed assets can be fully utilized only if there is adequate working capital. അതായത് ഒരു എക്സാമ്പിൾ പറയാം. നമ്മൾ 10 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്തിട്ട് നിറച്ച് മെഷീനറി ഒക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് നമ്മുടെ ബിസിനസ്സിൽ. ഓക്കെ, നിറച്ച് മെഷീനറി ഉണ്ട്. പക്ഷെ ഇത്രയും മെഷീനറി ഉണ്ടായിട്ടും നമുക്ക് ആ മെഷീൻ്റെ 1/4 എങ്കിലും യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും എന്ത് വേണം? പ്രൊഡക്ഷൻ വേണം, അത്രയും റോ മെറ്റീരിയൽസ് വേണം, അല്ലേ? പക്ഷെ നമ്മൾ അത്രയും റോ മെറ്റീരിയൽസും കാര്യങ്ങളും ഒന്നും നമ്മുടെ കയ്യിലില്ല. നമ്മുടെ കയ്യിൽ വർക്കിംഗ് ക്യാപിറ്റൽ കുറവാണെങ്കിൽ നമുക്ക് റോ മെറ്റീരിയൽസ് കുറയും, അല്ലേ? അപ്പോൾ അത്രയും റോ മെറ്റീരിയൽസ് ഇല്ല, ലേബർ ഒന്നും നമുക്ക് ചിലവാക്കാനില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വാങ്ങിച്ചു വെച്ച മെഷീനറിയൊക്കെ നമുക്ക് ഫുൾ കപ്പാസിറ്റിയിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? യൂസ് ചെയ്യാൻ പറ്റില്ല, അല്ലേ? 10 lakh ഒക്കെ കൊടുത്ത് നമ്മൾ വലിയ മെഷീനറി ഒക്കെ വാങ്ങിച്ചു, പക്ഷേ ആ മെഷീനിൽ യൂസ് ചെയ്യാനുള്ള റോ മെറ്റീരിയൽസ് വാങ്ങിക്കാൻ കാശില്ലെങ്കിൽ റെഡി ആവുമോ? ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഫിക്സഡ് അസറ്റ്സ്, നമ്മൾ വാങ്ങിച്ചു വെച്ചിട്ടുള്ള ലാൻഡ്, ബിൽഡിങ്, മെഷീനറി പോലത്തെ ഫിക്സഡ് അസറ്റ്സ് ഫുള്ളി യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ലിക്വിഡ് ക്യാഷ് അതേപോലെ തന്നെ വർക്കിംഗ് ക്യാപിറ്റൽ നമ്മുടെ കയ്യിൽ വേണം. എന്നാലേ നമുക്ക് അത് ഫുൾ കപ്പാസിറ്റിയിൽ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ.
നീഡഡ് ടു ഫേസ് കോമ്പറ്റീഷൻ. ഡെഫിനറ്റായിട്ട് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ കൃത്യമായിട്ട് വെച്ചാൽ മാത്രമേ നമുക്ക് പെട്ടെന്നൊരു സീസൺ വരുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരു ഡിമാൻഡ് വരുന്ന സമയത്തോ നമുക്ക് സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്ത് സെയിൽ ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് വർക്കിംഗ് ക്യാപിറ്റലിന് വേറൊരു പ്രത്യേകത. ഒരു പെട്ടെന്നൊരു പീക്ക് സീസൺ വന്നു അല്ലെങ്കിൽ ഒരു ഇത് വന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ കയ്യിൽ റോൾ ചെയ്യാൻ ഫണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് പ്രൊഡക്റ്റ് ഉണ്ടാക്കി വിൽക്കാൻ പറ്റുള്ളൂ. എന്നാൽ മാത്രമേ നമുക്ക് കോമ്പറ്റീഷൻ ഫേസ് ചെയ്യാൻ പറ്റുള്ളൂ. Then about 90% sales happen in credit basis. Thus working capital is required. ബിസിനസ്സിൽ 90% സെയിലും നടക്കുന്നത് ക്യാഷ് സെയിലല്ല, ക്രെഡിറ്റ് സെയിലാണ്. അതായത് നമ്മൾ സാധനം വിൽക്കുന്നത് കടത്തിനാണ് പലപ്പോഴും. 90% നമ്മുടെ സെയിൽസ് കടത്തിനാണ് വരിക. അതായത് നമ്മൾ വിറ്റ ഉടനെ തന്നെ നമുക്ക് എന്ത് വരില്ല, ക്യാഷ് വരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ 90% ക്രെഡിറ്റിന് വെക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ അത്രയും എന്ത് വെക്കണം, വർക്കിംഗ് ക്യാപിറ്റൽ വെക്കണം. കാരണം ക്യാഷ് വരുന്ന വരെ നോക്കിയിരിക്കാൻ നമുക്ക് സമയമില്ല. ആ സമയത്തിന് നമുക്ക് ഡെഫിനറ്റായിട്ട് എന്ത് വേണം, വർക്കിംഗ് ക്യാപിറ്റൽ വേണം. സോ ഇതൊക്കെയാണ് വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ഇമ്പോർട്ടൻസ് ആയിട്ട് നമ്മൾ പറയാറുള്ളത്. ഇനി നമ്മൾ പറയുന്ന വാട്ട് ആർ ദ ഡേഞ്ചേഴ്സ് ഓഫ് എക്സസീവ് വർക്കിംഗ് ക്യാപിറ്റൽ. വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ പറഞ്ഞു, നമ്മുടെ കയ്യിൽ ഡേ ടു ഡേ ഓപ്പറേഷൻസിന് വേണ്ടിയിട്ട് നമ്മൾ വെക്കുന്ന ഫണ്ടിനെയാണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് നമ്മൾ പറയാമെന്ന് പറഞ്ഞു. ഇതൊരിക്കലും നമ്മൾ കൂടുതലും വെക്കാൻ പാടില്ല, കുറവും വെക്കാൻ പാടില്ല. വർക്കിംഗ് ക്യാപിറ്റൽ കൂടിപ്പോയാലും പ്രശ്നമാണ്, വർക്കിംഗ് ക്യാപിറ്റൽ കുറഞ്ഞു പോയാലും പ്രശ്നമാണ്. ഐഡിയൽ വർക്കിംഗ് ക്യാപിറ്റൽ ബിസിനസ്സിൽ ഉണ്ടാവാൻ പാടുള്ളൂ. ഈ എക്സസീവ് വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ഡേഞ്ചേഴ്സാണ് ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത്. കൂടിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ ആവശ്യം, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ കമ്പനിക്ക് 5 ലക്ഷം രൂപയാണ് വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യം. നമ്മൾ അതിനേക്കാൾ കൂട്ടി ഒരു 7 lakh rupees വെക്കാം, കുറച്ച് കൂട്ടി വെക്കാം എന്ന് പറയുമ്പോൾ അതിനുണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ഡേഞ്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഫസ്റ്റ് മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഐഡിയൽ ഫണ്ട്. നമ്മൾ 5 ലക്ഷത്തിൻ്റെ സ്ഥാനത്ത് നമ്മൾ 7 ലക്ഷം രൂപ വർക്കിംഗ് ക്യാപിറ്റലായിട്ട് വെക്കുമ്പോൾ നമ്മൾ ആവശ്യമില്ലാണ്ട് 2 ലക്ഷം രൂപ അവിടെ വെക്കുകയാണ് അല്ലേ. അത് ഐഡിയൽ ഫണ്ടാണ്. ആ 2 ലക്ഷം രൂപ നമ്മൾ വെറുതെ ഒരു ആവശ്യമില്ലാണ്ട് ബിസിനസ്സിൽ വെക്കുക. ആ 2 lakh rupees നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറെ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു, റിട്ടേൺസ് എടുക്കാൻ പറ്റുമായിരുന്നു അല്ലേ. ബാങ്കിൽ ഇട്ടാലും നമുക്ക് എന്ത് കിട്ടും, ഇൻട്രസ്റ്റ് കിട്ടും. പക്ഷെ അത് ചെയ്യാണ്ട് ഇങ്ങനെ വെക്കുന്നത് കൊണ്ട് ഐഡിയൽ ഫണ്ട്സ്, അതാണ് മെയിൻ പ്രശ്നം. ഫണ്ട് ഐഡിയലായിട്ട് വെറുതെ ലോക്കായി കിടക്കും. ഓക്കെ, എക്സസ് ആയിട്ട് വെച്ചാൽ. പിന്നെ ലെസ് പ്രോഫിറ്റബിലിറ്റി ആൻഡ് റിട്ടേൺസ്. ഈ ഫണ്ട് ഇങ്ങനെ ഐഡിയലായിട്ട് വെക്കുന്നതുകൊണ്ട് തന്നെ എന്ത് കുറയും, റിട്ടേൺസ് അല്ലെങ്കിൽ പ്രോഫിറ്റ് കുറയും. കാരണം ഈ 2 ലക്ഷം രൂപ ഇവിടെ ഇങ്ങനെ ഒരു ആവശ്യമില്ലാണ്ട് ലോക്കാക്കുന്നതിന് പകരം അത് നമുക്ക് വേറെ എവിടെയെങ്കിലും റോൾ ചെയ്താൽ, ബിസിനസ്സിൽ വേറെ എവിടെയെങ്കിലും അത് പമ്പ് ചെയ്താൽ, ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടുമായിരുന്നു, റിട്ടേൺസ് കിട്ടുമായിരുന്നു അല്ലേ. ആ റിട്ടേൺ കുറഞ്ഞില്ലേ. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് പ്രോഫിറ്റബിലിറ്റി അല്ലെങ്കിൽ റിട്ടേൺസ് കുറയും വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ എക്സസ് വെച്ചാൽ. വാല്യൂ ഓഫ് ഷെയർ ഫോൾസ്. ഷെയറിൻ്റെ വാല്യൂ കുറയും. ഷെയറിൻ്റെ വാല്യൂ കുറയുന്നത് വെച്ചാൽ പ്രോഫിറ്റബിലിറ്റിയും റിട്ടേൺസും കുറയുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി എന്ത് കുറയും, നമ്മുടെ ഷെയറിൻ്റെ വാല്യൂ കുറയും. ഈ 2 lakh ഇവിടെ ഇങ്ങനെ വെറുതെ ആവശ്യമില്ലാണ്ട് എക്സസ് വെക്കാതെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ അതിൻ്റെയും കൂടി റിട്ടേൺസ് ബിസിനസ്സിൽ വരികയും ഷെയറിൻ്റെ വാല്യൂ കുറച്ചും കൂടി കൂടുകയും ചെയ്യും. ഓക്കെ, പിന്നെ എഫിഷ്യൻസി ഓഫ് മാനേജ്മെൻറ്റ് ഫോൾസ്, ചാൻസസ് ഓഫ് കറപ്ഷൻസ് ഇൻക്രീസ്. അതാണ് വേറൊരു മെയിൻ പ്രശ്നം. നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ ഫണ്ട് വെക്കുമ്പോൾ മാനേജ്മെൻറ്റിൻ്റെ എഫിഷ്യൻസി കുറയും. കാരണം നമുക്ക് കറക്റ്റ് ക്യാഷ് ഉള്ളൂ വയ്ക്കുക. നമ്മുടെ കയ്യിൽ 5 ലക്ഷം രൂപയാണ് നമുക്ക് വേണ്ടത്. ആ കറക്റ്റ് 5 lakh നമ്മുടെ കയ്യിൽ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, കൃത്യമായിട്ട് യൂസ് ചെയ്യും ഇല്ലേ. നമ്മൾ നോക്കിയും കണ്ടു മാത്രമേ യൂസ് ചെയ്യുള്ളൂ. പക്ഷെ അതേസമയം 5 വേണ്ട സ്ഥാനത്ത് 7 നമ്മുടെ തന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് ഉഴപ്പും. ആ കയ്യിൽ കൂടുതൽ ക്യാഷ് ഉണ്ടല്ലോ, അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ കുറച്ച് ഉഴപ്പിയാൽ, കുറച്ച് അങ്ങോട്ട് പോയാലും കുറച്ച് ഇതിലെവിടെ കുറച്ച് കൂടിയാലും റോ മെറ്റീരിയൽസിന് കുറച്ച് ക്യാഷ് കൂടിയാലും കുഴപ്പമില്ല എന്ന് പറയുന്നത് തോന്നുന്നത് വരും. അതാ പറയുന്നത് മാനേജ്മെൻറ്റിൻ്റെ എഫിഷ്യൻസി കുറയും വർക്കിംഗ് ക്യാപിറ്റൽ എക്സസീവായിട്ട് വെച്ചാൽ. അതേപോലെ തന്നെ ചാൻസസ് ഓഫ് കറപ്ഷൻ. കാരണം ഈ 2 ലക്ഷം ആവശ്യമില്ലാണ്ട് ബിസിനസ്സിൽ കിടക്കുന്ന ഫണ്ടാണ്. ആ 2 ലക്ഷം അവിടെ നിന്ന് ആരെങ്കിലും എടുത്ത് റോൾ ചെയ്ത് വേറെ എന്തെങ്കിലും ചെയ്താലും ബിസിനസ്സിനെ അത് എഫക്റ്റ് ചെയ്യില്ല. അപ്പോൾ എന്തുണ്ട്, ഇത് ഇങ്ങനെ വെക്കുമ്പോൾ കറപ്ഷനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, സോ ഇതാണ് എക്സസ് വർക്കിംഗ് ക്യാപിറ്റൽ വെക്കുന്നതുകൊണ്ടുണ്ടാവുന്ന ഡേഞ്ചർ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ,
അടുത്ത നമ്മൾ പറയുന്നത് ഡേഞ്ചേഴ്സ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ഡെഫിഷ്യൻസി. വർക്കിംഗ് ക്യാപിറ്റൽ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ശരിക്കും പറഞ്ഞാൽ ഇൻഎഡിക്വസി ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ സെറ്റ് ടു ബി മോർ ഡേഞ്ചറസ് ദാൻ എക്സസീവ് വർക്കിംഗ് ക്യാപിറ്റൽ. എക്സസ് വർക്കിംഗ് ക്യാപിറ്റൽ വെക്കുന്നതിനേക്കാൾ പ്രശ്നമാണ് വർക്കിംഗ് ക്യാപിറ്റൽ കുറവ് വെക്കുക എന്ന് പറയുന്നത്. ഒരു മെയിൻ കാരണം നമുക്കറിയാം, കാരണം വർക്കിംഗ് ക്യാപിറ്റൽ കുറഞ്ഞു പോയാൽ എന്തുണ്ടാവും? പ്രൊഡക്ഷൻ നിൽക്കും, നമുക്ക് സ്മൂത്തായിട്ട് പ്രൊഡക്ഷൻ ബിസിനസ് റൺ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അതിൻ്റെ എഫക്ട്സ് എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ ഇസ് കാൺട്ട് ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് ന്യൂ ഓപ്പർച്യൂണിറ്റി. പുതിയൊരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ന്യൂ ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ നമുക്ക് അഡ്വാൻറ്റേജ് എടുക്കാൻ പറ്റില്ല. അതായത് ഇപ്പോൾ ഒരു ബിസിനസ്സിന് പെട്ടെന്ന് നമ്മുടെ ഡിമാൻഡ് വല്ലാണ്ട് കൂടി നമ്മുടെ പ്രൊഡക്റ്റിന് എന്തോ കാരണം കൊണ്ട് എന്ന് വിചാരിക്കുക. അപ്പം അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് നമുക്ക് പെട്ടെന്നാണ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കൂടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഓപ്പർച്യൂണിറ്റി ടാപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? ഫണ്ട് വേണം, അല്ലെ? നമുക്ക് ലിക്വിഡ് ഫണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പ്രൊഡക്ഷൻ പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്ത് റോ മെറ്റീരിയൽസ് ഒക്കെ വാങ്ങിയിട്ട് ഈ പറയുന്ന ആ ഡിമാൻഡിന് നമുക്ക് സപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെ? അതേസമയം നമ്മുടെ കയ്യിൽ ഫണ്ടില്ല റോൾ ചെയ്യാന്നുണ്ടെങ്കിൽ, കറക്റ്റ് സാധനം കയ്യിൽ വെച്ച് വർക്കിംഗ് ക്യാപിറ്റൽ വെച്ച് ഇരിക്കുകയാണെങ്കിൽ കയ്യിൽ ഫണ്ടില്ലെങ്കിൽ നമുക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല, ആ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് ടാപ്പ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ട്രേഡ് ആൻഡ് ക്യാഷ് ഡിസ്കൗണ്ട് വിൽ ബി ലോസ്റ്റ്. അതെന്താ വെച്ചാൽ നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ കുറച്ചേ വെക്കുന്നുള്ളൂ, ഡെഫിഷ്യൻ്റ് ആയിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ സാധനങ്ങളും റോ മെറ്റീരിയൽസും അതും ഇതൊക്കെ വളരെ കരുതി വാങ്ങിക്കണം. നമ്മൾ കുറച്ചേ നമുക്ക് വാങ്ങിക്കാൻ പറ്റുള്ളൂ, ആവശ്യത്തിന് മാത്രമേ വാങ്ങിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്ത് സംഭവിക്കും? ബൾക്ക് പർച്ചേസ് നടക്കില്ല, ഒരുപാട് വാങ്ങിക്കാൻ പറ്റില്ല. അങ്ങനെ ആവുമ്പോൾ നമുക്ക് ഡിസ്കൗണ്ടുകൾ ഒരുപാട് നഷ്ടപ്പെടും. ബൾക്കായിട്ട് നമ്മൾ വാങ്ങിക്കുമ്പോൾ, ക്വാണ്ടിറ്റിയിൽ വാങ്ങിക്കുമ്പോൾ നമുക്ക് കിട്ടേണ്ട ഡിസ്കൗണ്ടുകളൊന്നും ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടില്ല. ഫിനാൻഷ്യൽ റെപ്യൂട്ടേഷൻ ഇസ് ലോസ്റ്റ്. അങ്ങനെ പറയാൻ കാരണം എന്താ വെച്ചാൽ നമ്മൾ ഏതൊരു ബാങ്കോ ആര് നമുക്ക് ലോൺ തരുവാണെങ്കിലൊക്കെ അവർ മെയിനായിട്ട് നോക്കുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയുടെ ലിക്വിഡിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, വർക്കിംഗ് ക്യാപിറ്റൽ കുറയും തോറും കമ്പനിയുടെ എന്ത് കുറയും? ലിക്വിഡിറ്റി കുറയും. ലിക്വിഡിറ്റി പൊസിഷൻ ബാഡ് ആവും. അതായത് ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ കമ്പനിക്ക് എത്ര പെട്ടെന്ന് അവരുടെ അസറ്റ്സ് ക്യാഷായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും, അതിനാണ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ കുറവാകും തോറും ലിക്വിഡിറ്റി കുറവാണ്. ഈ ലിക്വിഡിറ്റി കുറയും തോറും നമ്മുടെ ഫിനാൻഷ്യൽ റെപ്യൂട്ടേഷൻ കുറവായിക്കൊണ്ടിരിക്കും. ഓക്കെ, അതായത് ലിക്വിഡിറ്റി കുറയും തോറും നമുക്ക് പെട്ടെന്നൊരു എമർജൻസി വന്നാൽ നമ്മുടെ കയ്യിൽ എടുക്കാൻ ക്യാഷ് ഇല്ല എന്നുള്ളൊരു അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് കുറയും? ഫിനാൻഷ്യൽ റെപ്യൂട്ടേഷൻ കുറയും. ഓക്കെ, നമ്മുടെ ഫിനാൻഷ്യൽ റെപ്യൂട്ടേഷൻ വിൽ ബി ലോസ്റ്റ്. അതേപോലെ തന്നെ ലാക്ക് ഓഫ് ലിക്വിഡിറ്റി. ഞാൻ നേരത്തെ പറഞ്ഞു, വർക്കിംഗ് ക്യാപിറ്റൽ കുറയും തോറും എന്ത് കുറയും? ലിക്വിഡിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കും. എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ കുറച്ചുകൊണ്ടിരിക്കും തോറും നമ്മുടെ കമ്പനിയിലെ ബിസിനസ്സിൻ്റെ ലിക്വിഡിറ്റി താഴേക്ക് വന്നുകൊണ്ടിരിക്കും. എഫക്ട്സ് ഡിവിഡൻറ്റിന് എഫക്റ്റീവ്. ഡിവിഡൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ നമ്മുടെ ഓണേഴ്സിന് വീതിച്ച് കൊടുക്കുന്ന പ്രോഫിറ്റിനെയാണ് നമ്മൾ ഡിവിഡൻറ്റ് എന്ന് പറയാം. ഡിവിഡൻറ്റ് കുറയുമെന്ന് പറയാൻ കാരണം വെച്ചാൽ പ്രോഫിറ്റ് കിട്ടിയാൽ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഒരു ഭാഗം നമ്മൾ ഓണേഴ്സിന് കൊടുക്കും, ബാക്കി നമ്മൾ ചിലപ്പോൾ റീറ്റെയിൻഡ് ഏർണിങ്സ് എന്ന് പറഞ്ഞിട്ട് ബിസിനസ്സിൽ തന്നെ തിരിച്ച് ഇൻവെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ ഡെഫിഷ്യൻ്റ് ആയിട്ട് വെക്കുന്ന ഒരു ബിസിനസ്സിന് കുറച്ചും കൂടി എമൗണ്ട് റീറ്റെയിൻ ചെയ്യേണ്ടി വരും. ഓക്കെ, അവർക്ക് എല്ലാം ഡിവിഡൻ്റ് ആയിട്ട് പ്രോഫിറ്റായിട്ട് തിരിച്ചു കൊടുക്കാൻ പറ്റില്ല, കാരണം ഓൾറെഡി വർക്കിംഗ് ക്യാപിറ്റൽ ഡെഫിഷ്യൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് കിട്ടിയ ലാഭത്തിൽ നിന്ന് കുറച്ചും കൂടി എടുത്തിട്ട് ബിസിനസ്സിൽ തന്നെ പിന്നെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ അത് ഡിവിഡൻറ്റിനെ എഫക്റ്റ് ചെയ്യും. പിന്നെ കമ്പനി കാൺ യൂട്ടിലൈസ് ഫിക്സഡ് അസറ്റ് പ്രോപ്പർലി. നേരത്തെ ഞാൻ ഫസ്റ്റ് നമ്മൾ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ട്, വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ഇമ്പോർട്ടൻസിൽ പറഞ്ഞിട്ടുണ്ട്. ഫിക്സഡ് അസറ്റ്സ്, നമ്മുടെ കയ്യിലുള്ള മെഷീനറി, ബിൽഡിങ്, എക്യുപ്മെൻറ്റ്സ് പോലത്തെ ഫിക്സഡ് അസറ്റ് കൃത്യം എത്ര ഉണ്ടായിട്ടും കാര്യമില്ല, അത് കൃത്യമായിട്ട് ഫുൾ കപ്പാസിറ്റിയിൽ യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് മാത്രം ഇപ്പുറത്ത് ക്യാഷ് വേണം, റോൾ ചെയ്യാൻ ഫണ്ട് വേണം. എന്നാലേ നമുക്ക് ഫിക്സഡ് അസറ്റ്സ് കൃത്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, പ്രോപ്പർ ഫുൾ കപ്പാസിറ്റിയിൽ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ലീഡ്സ് ടു ബിസിനസ് ഫെയിലിയർ. എൻഡ് ഓഫ് ദ ഡേ വർക്കിംഗ് ക്യാപിറ്റൽ ഇല്ല എന്നുണ്ടെങ്കിൽ, കയ്യിൽ റോൾ ചെയ്യാൻ ക്യാഷ് ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ബിസിനസ് ഫെയിലിയർ ആവും. ഓക്കെ, നമ്മൾ ഷട്ട് ഡൗൺ ചെയ്യേണ്ടി വരും. നല്ല ബിസിനസ് ആയിരുന്നിട്ട് പോലും, നല്ല സ്കോപ്പ് ഉണ്ടായിട്ടും നല്ല ഡിമാൻഡ് ഉണ്ടായിട്ടും ഒന്നും കാര്യമില്ല, കയ്യിൽ നമുക്ക് റോൾ ചെയ്യാൻ ഫണ്ട് വേണം. ഓക്കെ, പിന്നെ അഡ്വാൻറ്റേജ് ഓഫ് ഐഡിയൽ വർക്കിംഗ് ക്യാപിറ്റൽ എന്താ വെച്ചാൽ, അതായത് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സസ് വർക്കിംഗ് ക്യാപിറ്റൽ വെക്കുന്നതിൻ്റെ പ്രശ്നങ്ങൾ പറഞ്ഞു, ഡെഫിഷ്യൻ്റ് ആയിട്ട് വർക്കിംഗ് ക്യാപിറ്റൽ വെക്കുന്നതിൻ്റെ പ്രശ്നം പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇത് രണ്ടും ചെയ്യരുത്. നമ്മൾ ഐഡിയൽ വർക്കിംഗ് ക്യാപിറ്റൽ, നമ്മുടെ കമ്പനിക്ക് കൃത്യമായിട്ടുള്ള വർക്കിംഗ് ക്യാപിറ്റൽ എത്രയാണോ, ഒരുപാട് കൂടുതലും അല്ല ഒരുപാട് കുറവല്ല, അതൊരു ഐഡിയൽ വർക്കിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിച്ച് അതാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. അത് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ അഡ്വാൻറ്റേജ് എന്താണ് എന്ന് ചോദിച്ചാൽ, ഈ നേരത്തെ പറഞ്ഞുള്ള ഡേഞ്ചേഴ്സിൻ്റെ ഒക്കെ ഓപ്പോസിറ്റാണ്. അതായത് നമ്മൾ നേരത്തെ എക്സസ് വെക്കുമ്പോഴും അല്ലെങ്കിൽ ഡെഫിഷ്യൻ്റ് ആയിട്ട് വെക്കുമ്പോഴും സംഭവിക്കുന്ന പ്രശ്നങ്ങളൊന്നും എവിടെ സംഭവിക്കില്ല? ഐഡിയൽ വർക്കിംഗ് ക്യാപിറ്റൽ വെക്കുമ്പോൾ നമുക്ക് ഉണ്ടാവില്ല. നമുക്ക് നല്ല ലിക്വിഡിറ്റി ഉണ്ടാവും. ഓക്കെ, പ്രോപ്പർ ആയിട്ടുള്ള ലിക്വിഡിറ്റി പൊസിഷൻ ഉണ്ടാവും,
കൃത്യമായിട്ടുള്ള പ്രോഫിറ്റ് നമുക്ക് കിട്ടും, സ്മൂത്തായിട്ട് ബിസിനസ് നമുക്ക് ഓപ്പറേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും, നമ്മുടെ ഫിനാൻഷ്യൽ റെപ്യൂട്ടേഷനെ ഒന്നും അത് ബാധിക്കില്ല, ഫിക്സഡ് അസറ്റിനെ കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും, നമുക്ക് കറപ്ഷൻ, ഇൻഎഫിഷ്യൻസി അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് എക്സസിൽ വരുമ്പോൾ ഉണ്ടാകുന്ന അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും നമുക്ക് ഉണ്ടാവാതെ നമുക്ക് നീറ്റായിട്ട് സ്മൂത്ത് നമുക്ക് ബിസിനസ്സിനെ കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ.